സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള യൂട്യൂബ്, അതുപോലെ ക്രോം, ഗൂഗിൾ മാപ്പ്, ഫേസ്ബുക്ക്, ഇതൊക്കെ വഴി പലർക്കും ഇൻസ്റ്റാഗ്രാം, ഇങ്ങനെ ഇതൊക്കെ വഴി പലർക്കും കണക്ഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്, പല ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ ഇതില് മാത്രം ആശ്രയിക്കരുത്. മനുഷ്യരാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാ സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത് മനുഷ്യരാണ്. അത് നല്ല ഉപകാരമുണ്ട്. ഇപ്പൊ AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതിലങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാല് അറിയാത്തതും പറയാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും. ഒക്കെ മനുഷ്യരുണ്ടാക്കിയിട്ടില്ല. നമ്മുടെ ബുദ്ധിയുടെ തലത്തിൽ നിന്നും നോക്കി കാണുകയാണെങ്കിൽ ഓരോ കാര്യങ്ങളും വലിയ ഉപകാരമാണ്, എന്നാൽ അതേപോലെ ഉപദ്രവമാണ്. കാരണം ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് യാത്ര ചെയ്തിട്ടുള്ള കുറേ വണ്ടികൾ പാലത്തിന്റെ മേലെന്ന് താഴത്തേക്ക് വീണ് തോട്ടിന്റെ ഇടയിൽ പെട്ട് ഇങ്ങനെ വിട്ട് വലിയ ലോറികൾ ചെറിയ റോട്ടിൽ പോയി കുടുങ്ങി ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട്. അതുപോലെ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട കാമുകൻ കാമുകിയെ കണ്ട് ഞെട്ടിത്തെറിച്ചു. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട അതുവഴി ആത്മഹത്യ, അത് ഇത് അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ മനുഷ്യർ സൃഷ്ടിച്ചിട്ടുള്ളതാണ്. മനുഷ്യരെന്ന് പറഞ്ഞപ്പോൾ ഞാനും നിങ്ങളും ഒക്കെ ആണ് ശരിക്കും മനുഷ്യർ. അവരുടെ ബുദ്ധി ആണ് നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലെ ഓരോ കാര്യങ്ങളും സൃഷ്ടിച്ചിട്ടുള്ളത്. ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി ഇനിയും കുറേ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ പോവാണ്. പക്ഷെ ഇതിൽ ന്യൂനതകളുണ്ട്, വിജയമുണ്ട്, രണ്ടും ഉണ്ട്. ന്യൂനതകൾ പതുക്കെ എന്തൊരു സാധനം പെട്ടെന്ന് തന്നെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യരുത്. ഒക്കെ പതുക്കെ എടുത്ത് അതിൻ്റെ നല്ല വശം എടുത്ത് വേണം അതിനെ സ്വീകരിക്കാൻ. എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് പ്രാക്ടിക്കലാക്കി നോക്കണം. എന്നിട്ട് പതുക്കെ വേണം അതിനെ ജീവിതത്തിലേക്ക് ഫുള്ളായിട്ട് സ്വീകരിക്കണം വേണ്ടേന്ന് തീരുമാനിക്കാൻ. കുടുംബം, സംസ്കാരം, ഇത് ഓരോരോ വീടുകളിലും ഇത് കാണുന്ന 10-70 ആളുകളെങ്കിലും 2 ദിവസം കൊണ്ടൊക്കെ കാണുന്നുണ്ട്. 70 പേരുടെയും ബുദ്ധിയുടെ തലം തന്നെ 70 തരത്തിലായിരിക്കും. പണ്ട് നമ്മുടെ വീട്ടിലൊരു അമ്മുമ്മ ഉണ്ടായിരുന്നു. അമ്മുമ്മ എന്ന് പറയുമ്പോൾ വല്യമ്മേന്റെ അമ്മ ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നു. പറയുന്ന ഒരു വാക്കാണ് ബഹുജനം പലവിധം. ഈ ബഹുജനം പലവിധം തന്നെയാണ് ഈ വിവിധങ്ങളായിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കിയിട്ടുള്ളതും. അതേപോലെ ഇതേ ബഹുജനങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നതും അതേപോലെ അതിനെ വിമർശിക്കുന്നതും. രണ്ടു കൂട്ടരുണ്ട്. ഫേസ്ബുക്ക് ആണെങ്കിലും വാട്സപ്പ് ആണെങ്കിലും ഇതൊക്കെ നന്നായിട്ട് ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ടീമുണ്ട്. ഇത് വേണ്ട, എൻ്റെ ജീവിതത്തിൽ ഇത് വേണ്ട, ഇപ്പോഴും സാധാ ഫോൺ ഉപയോഗിച്ച് നടക്കുന്ന വലിയ ടൗണുകളിലുള്ള വലിയ ബിസിനസ്സുകാരും ഉണ്ട്. എന്നാൽ അതേസമയം 5 ലക്ഷത്തിൻ്റെയും 10 ലക്ഷത്തിൻ്റെയും ഫോൺ ഉണ്ടോയെന്ന് നോക്കി നടക്കുന്ന ഒരു കൂട്ടരുണ്ട്. ഫുള്ള് ഇതിൽ ആശ്രയിക്കണം. ചില കാര്യങ്ങൾ ആശ്രയിക്കണം. പിന്നെ അത്രയും നല്ല ഉപകാരപ്രദമാണ്, അതുവഴി മാത്രമേ ലൈഫ് ഉള്ളുന്നുണ്ടെങ്കിൽ അത് മാത്രമായിട്ട് ആശ്രയിക്കുക. പക്ഷെ അത് ഉപയോഗിക്കുന്നിടത്തോളം കാലം മനുഷ്യർ തമ്മിലുള്ള ഒരു സോഷ്യൽ കൂട്ടായ്മ ഇല്ലാതെയാവും. നമുക്ക് എന്തായാലും ഈ ഒരു സാധനത്തിന്റെ ചാർജ് വരിക അല്ലെങ്കിൽ അതിലൊരു കണക്ഷൻ ഇല്ലാതെയാവുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനുഷ്യരാണ്. തൊട്ടടുത്തുള്ള ആരും, അതാണ് പറഞ്ഞ അകലത്തുള്ള ശത്രുവിന് അകലത്തുള്ള ബന്ധുവിനേക്കാൾ നല്ലത് അടുത്തുള്ള ശത്രുവാണ്. ഏറ്റവും തൊട്ടടുത്ത് എത്ര മോശമായിട്ടുള്ളൊരു വ്യക്തി ആയിക്കോട്ടെ, ആ വ്യക്തിയെ നമ്മൾ മാക്സിമം ഇണക്കാൻ നോക്കുക. ഏറ്റവും തൊട്ടടുത്ത്. ഇപ്പൊ നമ്മളൊരു യാത്രാമധ്യം, ഇപ്പൊ ഞാൻ 2 ദിവസമായിട്ട് കർണാടക സ്റ്റേറ്റിലാണ്. അപ്പൊ അതിന്റെ വീഡിയോ ചെയ്യാൻ തന്നൊക്കെ ലെങ്തിയാണ്. ഞാൻ ഓരോന്ന്
എടുത്തു വെച്ചിട്ടുണ്ട്. കുറെ അമ്പലങ്ങളുടെയും അതുപോലെ കുറെ യാത്രാനുഭവങ്ങളൊക്കെ കുറേശ്ശെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അതിനൊന്ന് എഡിറ്റ് ചെയ്ത് അതിൻ്റെതായ രീതിയിൽ വേണം അത് ചെയ്യാൻ. അത് ഞാൻ വീട്ടിലെത്തിയിട്ടേ ചെയ്യുന്നുണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ കുറെ സ്ഥലങ്ങൾ കാണലും പിന്നെ കുറെ ആളുകളുമായിട്ട് സംസാരിക്കലും അതും ഇതൊക്കെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ആവശ്യം തന്നെ നമ്മൾക്ക് കയ്യിൽ 10,000-ൻ്റെയോ അല്ലെങ്കിൽ 1,00,000-ൻ്റെയോ ഫോൺ ഉണ്ടെങ്കിലും അത് എല്ലാം ഉണ്ടെങ്കിലും എന്ത് സൗകര്യം ഉണ്ടെങ്കിലും ഇതൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് സ്റ്റോപ്പ് ആവാനൊന്നും വലിയ പ്രയാസമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും നമ്മളൊരു യാത്രാ മധ്യേ ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇതൊന്നും അല്ലാത്ത ഒരു മാർഗം കൂടെ എപ്പോഴും കാണുക. എന്നാൽ ജീവിതം വളരെ സ്മൂത്തായിട്ട്. ട്രെയിൻ ടിക്കറ്റ് ഇപ്പം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഫോണിലുണ്ടാവും. ഇൻ കേസ് ഫോൺ ഓഫായി പോയാൽ എന്ത് ചെയ്യും? കുഴപ്പമില്ല, നമ്മുടെ ടിക്കറ്റ് അവിടെ ഉണ്ടെങ്കിൽ ഒന്നുകിൽ ഒരു കോപ്പി കയ്യിൽ എടുത്ത് വെക്കുക. ഇനി അതല്ല നമ്മുടെ പേരുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി റെയിൽവേയിൽ അതുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ആധാർ കാർഡ് കയ്യിൽ വെക്കുക. അപ്പോൾ ആ പ്രശ്നം തീർന്നു. ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് ആണെങ്കിൽ നമ്മൾ മാക്സിമം ഒരു കോപ്പി എടുത്ത് വെക്കുന്നത് നല്ലതാണ്. ഫോണിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഉണ്ടായാൽ സംഭവിക്കാമല്ലോ. ഒരു 50,000 രൂപയുടെ ആണെങ്കിലും 1,00,000-ൻ്റെ ആണെങ്കിലും ഫോണ് പെട്ടെന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വീണാൽ പോലും അത് സ്റ്റക്കാവാം. നമ്മുടെ ഇതിലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതെടുക്കാൻ കുറച്ച് പ്രയാസമാവും. അപ്പോൾ 2-3 ഓപ്ഷനാണല്ലോ. ഒന്ന് നമ്മുടെ മെയിലിലേക്ക് ഇത് അയച്ചു വെക്കുക. അതേപോലെ തന്നെ നമുക്ക് വേറെ ഏത് സ്ഥലത്തു നിന്നാണ് അത് പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 2 ആൾ പോവുകയാണെങ്കിൽ 2 ആളുടെയും ഫോണിലേക്ക് ഈ വക ഡാറ്റാസ് അയച്ചു കൊടുക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ഒരു ആളുടെ ഫോൺ പെട്ടെന്ന് സ്റ്റക്ക് ആയാലും രണ്ടും കൂടെ ഒരുമിച്ച് പോകാൻ ചാൻസ് ഇല്ലല്ലോ. ഇൻ കേസ് ചാൻസ് ഉണ്ടെങ്കിൽ പിന്നെ നിവൃത്തിയില്ല, അതിന് വേറെ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട്. ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി, ഒരു ടിക്കറ്റിൻ്റെ ഒരു ഫോട്ടോ കോപ്പി, ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് കരുതി വയ്ക്കുക. പിന്നെ ട്രെയിൻ ടിക്കറ്റ് ആണെങ്കിലും ജസ്റ്റ് കരുതി വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. കാരണം നമ്മുടെ പേരുണ്ടെങ്കിൽ റെയിൽവേയിലേക്ക് ഈ ടിക്കറ്റ് പോലും കാണേണ്ട ആവശ്യമില്ല. അവരുടെ ഇതിൽ ഓൾറെഡി അത് ഫിക്സഡ് ആണ്. പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആപ്പുകളിൽ അത് റെഡിയാണ്. പിന്നെ അവരുടെ ഇതിലില്ലെങ്കിൽ അത് അതിനുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് അവർ കരുതിക്കോളും. അപ്പോൾ ഒരു ഓപ്ഷൻ അത്. പിന്നെ നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കി ഇങ്ങനെ വണ്ടി ഓടിക്കുക, അത് മാത്രം ചെയ്യരുത്. കുറച്ചൊക്കെ ഇടയ്ക്കൊന്ന് നിർത്തി 4 ആളോട് സംസാരിച്ച് ഏത് വഴിയാണ് നല്ലത്, ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഭാഷ ഒരു പ്രശ്നമാണ്. മാക്സിമം ഭാഷയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. നന്നായിട്ട് പഠിച്ചു വെച്ചാൽ ഹിന്ദി ഒരു പ്രധാന വിഷയമാണ്. ഹിന്ദി അതേപോലെ ഇംഗ്ലീഷ്, ഈ ഒരു 2 സാധനത്തിന്റെ ചില കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടുന്നതായ കാര്യങ്ങൾ മാത്രം ഉണ്ടെങ്കിൽ ഇന്ത്യ ഒട്ടാകെ സഞ്ചരിക്കാം. ഞാനിപ്പോൾ കുറേ സ്ഥലങ്ങൾ സഞ്ചരിച്ച് കഴിഞ്ഞു. ഇനി ഔട്ട് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലേക്കും പതുക്കെ പോകണം എന്നൊക്കെ ഉണ്ട്. നോക്കട്ടെ, ഞാനൊരു ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ അതിലും ഹിന്ദി നല്ലൊരു ആവശ്യമാണ്. അതേപോലെ ഇംഗ്ലീഷ്, ഹിന്ദി ഇംഗ്ലീഷും ഉണ്ടെങ്കിൽ നല്ലൊരു ശതമാനം വായിക്കാനും എഴുതാനും കേട്ടോ. ബാക്കി അത് പറയാനൊക്കെ നല്ല ഫ്ലുവൻ്റ് ആവണമെന്നൊന്നും ഇല്ല. ഒരു ദിവസം 24 മണിക്കൂർ കാര്യങ്ങൾ നടക്കാൻ, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം. വലിയ പ്രൊഫസറായിട്ട് എവിടെയെങ്കിലും പോയിട്ട് വല്ല ചർച്ചയും കാര്യങ്ങളും ചെയ്യാനാണെങ്കിൽ അതിന് വേണ്ട രീതിയിലുള്ള ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ നന്നായിട്ട് തന്മയത്വത്തോടു കൂടി കൈകാര്യം ചെയ്യാൻ കഴിയും. അതെല്ലാം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമ്മ്യൂണിക്കേഷൻ, വാട്ട്, ഹൗ, ക്യാ, കിധർ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, വളരെ കുറച്ച് ഹിന്ദി ഇംഗ്ലീഷുകൾ മാത്രം ഉണ്ടെങ്കിൽ പോലും ഒരു ദിവസം നമുക്ക് എവിടെ വേണമെങ്കിലും പോയി വരും. എൻ്റെ അനുഭവമാണ്. ഞാൻ അത്രയും പോയിട്ടുണ്ട്, അത്രയും യാത്രകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിലൊന്നും വലിയ ഫ്ലുവൻ്റ് ആയിട്ടോ വർഷങ്ങളുടെ പ്രാക്ടീസ് ഉണ്ടായിട്ടോ അല്ല. എന്നാലും ഞാൻ കുറെ കാലമൊക്കെ പല സ്ഥലത്തും ഔട്ട് ഓഫ് കേരള വർക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു പരിചയം. തമിഴാണെങ്കിൽ കുറച്ചറിയാം, തമിഴ്നാട്ടിൽ കുറച്ച് കാലമൊക്കെ ഇങ്ങനെ യാത്ര ചെയ്തിട്ടുള്ള ഒരു ശീലം. അതുപോലെ കർണാടക, കന്നഡ, 1 വർഷം കർണാടകയിൽ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു പരിചയം. എന്നിരുന്നാലും കന്നഡ എനിക്ക് ജാസ്തി മാതാടಬೇಕು നെഹി കാരണം എന്താ വെച്ചാൽ നമ്മുടെ റൂമിൽ മലയാളീസ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ കൂടുതലും മലയാളം തന്നെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി വർക്ക് ചെയ്ത സൈറ്റിലാണെങ്കിലും മലയാളീസ് ആയിരുന്നു. അല്ലാത്ത സമയത്തുള്ള കുറച്ച് കന്നഡ ಸ್ವಲ್ಪ ಮಾತಾಡು ಏನು
ಜಾಸ್ತಿ ಕನ್ನಡ ಬರ್ತಿಲ್ಲ, ಸ್ವಲ್ಪ ಸ್ವಲ್ಪ ಮಾತಾಡು. ಹಿಂದಿ कोई नहीं आएगा, कुछ कुछ आएगा. English not long or long, short, little English. I know little English, but I am going a lot of journey with alone. अकेला अकेला जाएगा, ജാസ്തി ജായേഗ. അഖേല ഒറ്റയ്ക്ക് യാത്ര ചെയ്യാന്ന് പറഞ്ഞാല് അതൊരു രസമുള്ള സംഭവമാണ്. കാരണം ഒരാളെയും പേടിക്കണ്ട, ഒരാൾ അങ്ങോട്ട് നടക്ക്, ഒരാൾ ഇങ്ങോട്ട് നടക്ക്, ഒന്നും പറയില്ല. നമുക്ക് ഇഷ്ടമുള്ള സമയം ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ളത് കണ്ട് എത്ര സമയം വേണമെങ്കിലും അത് കണ്ട് ആസ്വദിച്ച് അവിടെ ഇരിക്കണമെങ്കിൽ ഇരിക്കാം, അതല്ല അവിടെ നിന്ന് ഓടണമെങ്കിൽ ഓടാം. അതിൻ്റെ ഒരു വൈബ്രേഷൻ വേറെ തന്നെ. നേരെ മറിച്ച് ഒരാളായിട്ട് പോകുമ്പോൾ അയാൾക്ക് കുറച്ച് സമയം കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സ്ഥലം മടുക്കും, അല്ലെങ്കിൽ ആൾക്ക് വേഗം വീട്ടിലേക്ക് എത്തണം എന്നുള്ളൊരു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അത്യാവശ്യം വരാം. അതിപ്പോൾ കൂട്ടുകാരനായാലും ശരി, നമ്മുടെ സ്വന്തം വൈഫായാലും ശരി, അമ്മ ആയാലും ശരി, അച്ഛനായാലും ശരി, കൂടെ ഒരാളുണ്ടെങ്കിൽ അതിനൊരു പരിധി ഉണ്ട്, ആ യാത്രയ്ക്കൊരു പരിധി ഉണ്ട്. പക്ഷെ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒന്ന് ധൈര്യമാണ് പ്രധാനം. പിന്നെ നമ്മൾ ഒരു കുളം കണ്ടാസ്വദിക്കുകയാണെങ്കിലും ശരി, പുഴ കണ്ടാസ്വദിക്കുകയാണെങ്കിലും ശരി, സമുദ്രം കണ്ടാസ്വദിക്കുകയാണെങ്കിലും ശരി, എത്ര വേണമെങ്കിലും ആസ്വദിക്കുകയും ചെയ്യാം. ഇനി വേണ്ട പെട്ടെന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരാളെയും പേടിക്കാനില്ല. അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള അടുത്ത മാർഗം ഏതാണോ സ്പീഡ് എന്ന് നോക്കിക്കൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്ത് വേഗം പോവാം. പൈസ കുറച്ച് ചിലവ് കൂടുതൽ തന്നെയാണ് ഒറ്റയ്ക്ക് പോകുമ്പോൾ. ഈ റൂം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഡബിൾ ബെഡ് റൂമാണ്, 1000 രൂപയുടെ റൂമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 ആള് വന്ന് താമസിക്കുകയാണെങ്കിൽ 1000 രൂപയാണ്. ഞാനിവിടെ വന്ന് പേശി, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അപ്പോൾ പേശിയപ്പോൾ ആധാർ കാർഡൊക്കെ കൊടുത്ത് ഇതേ റൂം കിട്ടാ, അപ്പോൾ 450 രൂപയ്ക്ക് കിട്ടിയത്. അപ്പോൾ ഒന്ന് ഇച്ചിരി പേശണം. അവന് മലയാളം അറിയോ? ഇല്ല. ഞാൻ കുറച്ച് ഹിന്ദി, കുറച്ച് കന്നഡ, കുറച്ച് തമിഴ് ഒക്കെ കൂടെ അങ്ങോട്ട് കൂട്ടിയിട്ട് നന്നായിട്ട് സംസാരിച്ചപ്പോൾ ഒരു ആവറേജ് റൂം കിട്ടാ. ഭയങ്കര സൗകര്യമുള്ള റൂമൊന്നുമല്ല, നേരെ മറിച്ച് നല്ല ടാക്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഹൈ കോസ്റ്റ്ലി റൂമാണെങ്കിൽ അവിടെയും പേശ. മറ്റേ ഡൽഹിയിൽ പോയ സമയത്ത് റൂം ഞാനും വേറൊരുത്തനും കൂടെയാണ് പോണത്. ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് പോണത്. പക്ഷെ ഞാൻ പോണ വഴിയിൽ ഫ്ലൈറ്റിൽ നിന്ന് ഒരുത്തനും പരിചയപ്പെട്ട് എവിടെ റൂം എടുക്കണമെന്ന് ചോദിച്ചാൽ, അപ്പൊ എന്നാ ശരി ഞാനും എൻ്റെ അടുത്ത് തന്നെ റൂം എടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവ എടുക്കണ റൂമിന്റെ അതേ കൂടെ തന്നെ എടുത്ത്. അവന് 10ാം ക്ലാസ്സും +2 ഒക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളൂ. പക്ഷെ അവൻ ഇംഗ്ലീഷ്, ഹിന്ദി ഇതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് പ്രാക്ടീസ് ഇല്ല. എനിക്കാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പോയിട്ടുള്ള പ്രാക്ടീസ് ഉണ്ട്. പക്ഷെ ഞാൻ ഡൽഹി വലിയ പ്രാക്ടീസ് ഇല്ല. അവന് ഡൽഹി 2ാമത് അവന്റെ പ്രാക്ടീസ്. അങ്ങനെ അവനും ഞാനും കൂടെ പേശി 1800 പറഞ്ഞ റൂം ലാസ്റ്റ് 1200 ഞങ്ങൾക്ക് 2 ആൾക്കും തന്നു. അക്കേല അവന് വേറെ റൂം, എനിക്ക് വേറെ റൂം. അവന് രാത്രി സ്റ്റേ ചെയ്യാൻ അവൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് അവൻ വേറെ റൂം എടുത്തു, ഞാൻ വേറെ റൂം എടുത്തു. അപ്പൊ കണ്ടോ, നമ്മള് അത് ടാക്സ് ഒക്കെ അടയ്ക്കുന്ന ടൈപ്പ് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത സെറ്റപ്പ് എയർ കണ്ടീഷൻഡ് റൂമായിരുന്നു. നമ്മൾ കുറച്ച് മലയാളികൾ കുറച്ച് വിരുദ്ധ കാണിക്കുന്നത് നല്ലതാണ്. എന്താ വെച്ചാൽ നമുക്കൊന്നും അറിയില്ല എന്നുള്ള ലെവലിൽ പോയി കഴിഞ്ഞാൽ എല്ലായിടത്തും പെടും. അതിന് ഓട്ടോയിൽ പോവാണെങ്കിലും ശരി, ബസ്സിൽ പോവാണെങ്കിലും ശരി, എവിടെ പോവാണെങ്കിലും ശരി, നമുക്കൊക്കെ അറിയാം എന്ന് വെച്ച് ഒക്കെ അറിയാമെന്ന് കരുതിയിട്ട് അഹങ്കാരം കാണിച്ചിരിക്കുകയൊന്നും ചെയ്യാൻ പാടില്ല. ഒരു ഇടത്തരം. ചില കാര്യങ്ങൾ അറിയില്ലെങ്കിൽ 1-2 ആളുകളോട് ചോദിക്കുക. ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അത് പ്രാക്ടിക്കലാക്കി ചെയ്യുക. എന്നാൽ ലാഭവും നഷ്ടം അത് ജീവിതത്തിൽ ഉള്ളത് തന്നെയാണ്. അതിപ്പോൾ സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും ഏത് വഴിയാണെങ്കിലും ലാഭം നഷ്ടമുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു ഫോൺ വാങ്ങി ഒരു കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ അത് കംപ്ലൈൻ്റ് ആവും. പക്ഷെ അത്രത്തോളം അത് ഉപയോഗിച്ചു, എത്രത്തോളം അതിനെ നമ്മൾ ലാഭത്തിലേക്ക് ആക്കി എന്ന കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ അടുത്ത ഫോൺ മേടിക്കുമ്പോൾ ഈ പഴയ ഫോൺ കൊടുക്കുമ്പോൾ അന്ന് 10,000 രൂപയ്ക്ക് മേടിച്ച ഫോണിന് ഇന്നിപ്പോൾ ചിലപ്പോൾ 500 രൂപ പോലും കാണുന്നുണ്ടാവില്ല. പക്ഷെ ആ സമയത്ത് അത് നമ്മൾ വെറുതെ കയ്യിൽ വെച്ചിട്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഇല്ലെങ്കിൽ ആ 500 ആക്കി മാറ്റുക. എന്നിട്ട്
കൂട്ടത്തിൽ വേറൊരു ഫോൺ മേടിക്കുക. അത് എങ്ങനെ മേടിക്കണം? ഫ്രഷ് മേടിക്കണോ, സെക്കൻഡ് മേടിക്കണോ, ഏത് മേടിക്കണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. ഇപ്പം ഞാൻ തിരൂര് ഏറ്റവും കൂടുതൽ വാങ്ങിയിട്ടുള്ളത് സെക്കൻഡ് ഫോണുകളാണ്. പക്ഷെ ഞാൻ മേടിക്കുന്ന സെക്കൻഡ് ഫോണുകൾ എന്ന് പറഞ്ഞാൽ കൂടുതലും 2 മാസം 3 മാസമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് കുഴപ്പമില്ലാന്ന് കച്ചവടക്കാരൻ, അതായത് നല്ല അറിയുന്ന കച്ചവടക്കാരാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പാര വെച്ചൊന്നും വരും കേട്ടോ. അല്ലാത്തവരാണെങ്കിലും നമ്മളൊന്ന് നോക്കിയിട്ട് മേടിക്കണം. നമ്മൾ നമ്മുടേതായ രീതിയിൽ ബുദ്ധിയിൽ നോക്കി മേടിച്ചു കഴിഞ്ഞാൽ കുറേ അധികം വഞ്ചിക്കപ്പെടാതിരിക്കും. ഈ കച്ചവടക്കാരൻ പറയണത് പക്കാ അങ്ങോട്ട് വിശ്വസിച്ചിട്ട് ചെയ്യരുത്. അതിന് എത്ര അറിയണവനായാലും ശരി, എത്ര കുടുംബക്കാരനായാലും ശരി, അവനവനൊരു കോമൺ സെൻസ് ഉണ്ടായിരിക്കണം. കാരണം എന്താ പറയുക, ആപ്പിളിന്റെ ഫോൺ തിരൂരിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നല്ലൊരു ശതമാനം അതിന്റെ അകത്തുള്ള സാധനങ്ങൾ ആപ്പിളിന്റെ ആവില്ല, പുറമൂടിയൊക്കെ ആപ്പിളായിരിക്കും. നല്ലൊരു ശതമാനം തിരൂര് മാർക്കറ്റ് വഞ്ചിക്കുന്നുണ്ട്, നല്ലൊരു ശതമാനം. സെക്കൻഡ് വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്രഷ് വാങ്ങിക്കുമ്പോൾ അതിനേക്കാളും ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ ഫ്രഷിൽ അതിനേക്കാളും വലിയ ചതി തിരൂര് മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. അതിന്റെ കൂടുതൽ വിവരങ്ങളൊന്നും ഞാൻ അറിയില്ലെങ്കിലും സംഗതി നടക്കുന്നുണ്ട്. അത് തിരൂര് അങ്ങനെ നടക്കുന്നുണ്ട് മലയാളികളുടെ ഇടയിൽ. അപ്പൊ പിന്നെ പുറത്തൊക്കെ പിന്നെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാല് വലിയൊരു ചതിയാണ് ഒരുക്കുന്നുണ്ട് ഒരു ടീം. അതേപോലെ ഇതിന്റെ വളരെ എത്രത്തോളം സത്യസന്ധമാവാം അത്രയും സത്യസന്ധമായിട്ടുള്ള ചില പ്രൊഡക്റ്റുകളും ബൈ പ്രൊഡക്റ്റുകളും അതേപോലത്തെ, അതായത് ഓൺലൈൻ പ്രൊഡക്റ്റുകളും ഉണ്ട്, ഓഫ്ലൈൻ പ്രൊഡക്റ്റുകളും, ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ പ്രൊഡക്റ്റുകൾ. ഇതൊക്കെ ചിലപ്പോൾ മനസ്സിലാവുണ്ടാവില്ല. അത് മനസ്സിലാവാത്തവര് എന്താണ് ടാഞ്ചിബിള് എന്താണ് ഇൻടാഞ്ചിബിൾ എന്നൊക്കെ ഉള്ളതൊക്കെ മനസ്സിലാക്കി വരിക. അത് കൂടുതൽ വിവരിക്കുമ്പോഴും എനിക്ക് സമയം ഒരു വിഷയമുള്ളൂ. ഇപ്പൊ തന്നെ 15 മിനിറ്റിന് അധികമായി. ഞാൻ ചെറിയൊരു വീഡിയോ, ഒരു 10 മിനിറ്റിന്റെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ജ്ഞാനമാർഗത്തിലുള്ള കാര്യങ്ങളൊന്നല്ല പറയുന്നത്. ജ്ഞാനമാർഗത്തിൽ ഞാൻ കുറച്ച് ഇപ്പൊ ഒന്ന് സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട്. ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കും, എന്നിട്ടൊക്കെ ജ്ഞാനം സംസാരിക്കും. കാരണം കുറെ ആളുകൾക്ക് ജ്ഞാനം മനസ്സിലാവണില്ല. ഈ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കുറച്ച് എൻ്റെതായ രീതിയിലേക്ക് ഞാൻ കൊണ്ടുവന്ന് അതിൽ എത്രത്തോളം ആളുകൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെന്ന് നോക്കണം. അതിന് ഏതാളായാലും ശരി. ജ്ഞാനമാർഗത്തില് ഭയങ്കര ഗുപ്തമായ കുറേ രഹസ്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കലാക്കണം. പ്രാക്ടിക്കലാക്കിയാലേ ശരിയാവുള്ളൂ. കാരണം സത്യയുഗത്തിലേക്ക് ഒരു മാജിക് ആയിട്ട് കുട്ടികൾ ജനിക്കണമെന്നില്ല. നമ്മളിലൂടെ തന്നെയാണ് ജനിക്കുക. എന്നിലൂടെ നിന്നിലൂടെ എന്നൊക്കെ പറയില്ലേ, ആരിലൂടെ എന്ന് വെച്ചിട്ട് വെള്ള സാരിയും വെള്ള ജിബ്ബ ഇട്ടിട്ട് അവിടെ ചെയ്ത് എന്താ പറയാ സറണ്ടർ ആയിട്ടിരിക്കുന്ന അവർക്ക് നാളെ കുട്ടികൾ ജനിക്കാനൊന്നും പോണില്ല. കുടുംബത്തിലിരിക്കുന്നവർക്ക് ആർക്ക് വേണമെങ്കിലും ബാബ ഉദ്ദേശിക്കുന്ന വിധത്തിലേക്കുള്ള ആയുസ്സുള്ള മക്കളെ ജനിപ്പിക്കാം. ആയുസ് ഉള്ള മക്കളെ ജനിപ്പിക്കാൻ പ്രിപ്പയർഡ് ആയിട്ടുള്ള കുടുംബനാഥന്മാരും കുടുംബനാഥിനിമാരും. ഇപ്പൊ ചിലപ്പോൾ പ്രസവം നിർത്തിയവരുണ്ടാവാം, ഇനി അതായത് പവിത്രമായിട്ട് മുന്നോട്ട് തന്നെ പോയിക്കൊള്ളാം എന്ന് ശപഥം ചെയ്തവരുണ്ടാവാം. പുറമെ കാണുമ്പോൾ വളരെ പവിത്രമായിരിക്കും, അകത്ത് എന്താ നടക്കുന്നെന്നുള്ളതല്ല. പക്ഷെ ബാബയോട് സത്യസന്ധമായിരിക്കുക. ചെയ്യും, തെറ്റ് ചെയ്യാത്ത മനുഷ്യന്മാരില്ല, ഒരു മനുഷ്യനും ഉണ്ടാവില്ല. അത് പിന്നെയും ചെയ്യുന്ന നല്ല ഉറപ്പുള്ളതുകൊണ്ടാണ് ബാബ കൂടെ നടക്കുന്നത്. മനുഷ്യനാണ്, ഏത് മനുഷ്യനും ചെയ്യും. പക്ഷെ ബാബയ്ക്ക് അറിയാം ഈ ടൈമിൽ. അതുകൊണ്ടാണ് ബാബ സത്യയുഗത്തിലെ 9 ലക്ഷം പേരെ തീരുമാനിച്ചിട്ടുള്ളത്. അതില് ഉത്തമം, മധ്യമം, കനിഷ്ഠം. ഉത്തമം, മധ്യമം, കനിഷ്ഠം. 9 ലക്ഷത്തില് ഉത്തമുണ്ട്, മധ്യമുണ്ട്, കനിഷ്ഠുണ്ട്. അപ്പൊ പിന്നെ 33 കോടിന്റെ പറയണ്ടല്ലോ. അവര് എന്തായാലും 33 കോടിയിൽ വരുന്ന ആ ആളുകള് എത്രയോ സമയം പരന്താമത്തിലിരിക്കും. ഇവിടുന്ന് കൊണ്ടുപോകണത് പറഞ്ഞാല് ആടി വീടി ഈടി ഒക്കെ കിട്ടിയിട്ടാ കൊണ്ടുപോകുള്ളൂ. പക്ഷെ ഈ സ്റ്റാർട്ടിങ്, അതായത് ഇപ്പൊ സത്യയുഗം ആരംഭിക്കുമ്പോൾ നാളെ അവിടുത്തെ 9 ലക്ഷത്തില് ഉത്തമം, മധ്യമം, കനിഷ്ഠം. അതില് ഉത്തമം എന്ന് പറഞ്ഞാൽ കുറേ ഒന്നും വേണ്ട, വളരെ കുറച്ച് മതി. ഉത്തമത്തിലും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് കൃഷ്ണനും രാധയും, അതാണ് ലക്ഷ്മിയും നാരായണനും. ബാക്കിയുള്ളവർക്ക് അത്ര വേണ്ട. അഷ്ടരത്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ അത്ര പോലും വേണ്ട എന്ന് പറഞ്ഞാൽ ഇല്ല എന്നല്ല, അതിന്റെ ഒരു
പവർ ഇത്രേ ഉണ്ടാവുള്ളൂ, അത്രേ കിട്ടുള്ളൂ, അത്രേ അവർക്ക് പറ്റുള്ളൂ എന്ന് ഭാവിക്കും നന്നായിട്ട് അറിയാം. അതാരായാലും ശരി, അവരുടെ സങ്കല്പം എത്രയായാലും ശരി, എത്ര കർമ്മം ചെയ്താലും ശരി, അവരുടെ ജന്മജന്മാന്തര പാപങ്ങളൊന്നുണ്ട്. അത് കഴിഞ്ഞ് അവർക്ക് എത്രയൊക്കെ പ്രയത്നിച്ചാലും ഈ പറഞ്ഞ പോലെ കുറച്ച് മെനക്കെടാണ്, നല്ല മെനക്കെടാണ്. എന്നാലും കൂടെ വരുന്ന ബാക്കിയുള്ളവർ അവര് ശ്രേഷ്ഠൻ തന്നെയാണ്. അവരുടേത് വളരെ കുറച്ച് സെക്കൻഡ് പരിപാടിയേ ഉള്ളൂ. പക്ഷെ ശരിക്കും മനസ്സിലാക്കി അത് അതിൻ്റെതായ ടൂൾസുകളൊക്കെ ഉപയോഗിച്ച് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ കുറച്ച് സമയമുള്ളൂ. പക്ഷെ ആ ഒരു സമയം അടുക്കുന്നുള്ളൂ, വളരെ കുറച്ച് സമയം. അതിനുള്ള സമയം, അതിന് വേണ്ട എല്ലാ സഹകരണങ്ങളും ഒരുമിച്ചാണ് ചെയ്യേണ്ടത്. ഒരുമിച്ച് പറഞ്ഞാൽ വളരെ കുറച്ച് ആളുകൾ നമ്മളുണ്ടാവും, സോഷ്യൽ മീഡിയയിൽ നമ്മളുണ്ടാവും. ഇതിന് വേണ്ട എല്ലാ പ്രാക്ടിക്കൽ വശങ്ങളും ചെയ്ത് കാണിക്കാനായിട്ട് എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ, ഏത് വിധത്തിൽ വേണോ കുടുംബത്തിൽ ഈ കാര്യങ്ങൾ സത്യയുഗത്തിലേക്ക് മാറ്റുന്നത്. എൻ്റെ വീടിൻ്റെ സത്യയുഗത്തിന്റെ ഭാഗങ്ങൾ ഇതാ, അല്ലെങ്കിൽ ഞാൻ ചെയ്ത സത്യയുഗത്തിന് വേണ്ടി ഞാൻ ചെയ്ത ഭാഗങ്ങൾ ഇതാ എന്ന് ഓൺലൈനിൽ കാണിക്കാൻ ഞാൻ ഉണ്ടാവും. പക്ഷെ അനുഭവം അറിയണമെന്നുണ്ടെങ്കിൽ കൂടെ വരണം. അതിന് ടൈമായിട്ടില്ല, ഞാൻ പാരി പിടിക്കണമില്ല. അതിനൊരു സമയം എത്തുമ്പോൾ അത് ഒരാളെയും വിളിക്കേണ്ട ആവശ്യമില്ല, അവരവിടെ എത്തിക്കോളും. ആദ്യം ഞാൻ റെഡി ആവട്ടെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കുറെ ഗുപ്തമായ കുറെ രഹസ്യങ്ങളുണ്ട്, വളരെ ഗുപ്തമായ രഹസ്യങ്ങളുണ്ട്. സോഷ്യൽ മീഡിയ വഴി തന്നെ മാക്സിമം അതിനെ നമ്മൾ കൊണ്ട് അറിയുന്ന വിധത്തിൽ എനിക്ക് അനുഭവമായ രീതിയിൽ ഞാൻ ഓൺലൈനിൽ ചെയ്ത് കാണിച്ചു തരാം. നല്ല പണിയാണ്. ഉള്ളില് ഈ സാധനം ഇങ്ങനെ പുറത്തേക്ക് വരും, വികാരങ്ങൾ. അതേപോലെ തന്നെ മറ്റേ സംസ്കാരം പുറത്തേക്ക് വരും. അപ്പൊ ഇതില് ആ വികാരങ്ങളെ എത്രത്തോളം നമുക്ക് ഒതുക്കി തീർത്ത് ഫ്രഷാക്കി മുന്നോട്ട് കൊണ്ടുപോകാം. ഇത് തേച്ച് കഴുകുമ്പോൾ ചളി എന്തായാലും പുറത്തേക്ക് വരുമല്ലോ. ചളി പുറത്തേക്ക് വരുമ്പോൾ പേടിക്കണ്ട, ചളി ഉണ്ടാവും, ഇഷ്ടം പോലെ ചളി ഉണ്ടാവും. കഴുകുമ്പോ ചളി എന്തായാലും ഉണ്ട്. ഇതാണ് ശരിക്കും യോഗം. അതുപോലെ നമ്മുടെ സത്യയുഗത്തിലേക്ക് വേണ്ട സംഭവങ്ങൾ അതേപോലെയാണ്. സോഷ്യൽ മീഡിയന്റെ എല്ലാ കാര്യങ്ങളും നല്ല കാര്യങ്ങളാണ്, പക്ഷെ അതിങ്ങനെ ക്ലിയറാക്കി കൊണ്ടുവരിക. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വേണ്ട സംഭവമാണ്, എത്രയോ കൽപ്പങ്ങളായിട്ടുള്ളതാണ്, എത്ര കോടിക്കണക്കിന് കൽപ്പങ്ങളായിട്ട് ഇത് തന്നെയാണ് ഈ മെറ്റയും ഫേസ്ബുക്കും അതുപോലെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ എല്ലാ കൽപ്പങ്ങളും ഇതേ പണി തന്നെയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും കൈപ്പിടിയിൽ ഈ സാധനം ഉണ്ട്. ബിസിനസ് ആണെങ്കിലും എല്ലാ ബിസിനസ് വേണം. എന്തെല്ലാം ബിസിനസ് ആർക്ക് വേണമെങ്കിലും ചെയ്യൂ. പക്ഷെ അത് ഇതിലേക്ക് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ആളുകൾ, സത്യയുഗത്തിലേക്ക് വേണ്ടി കുറച്ച് ആളുകളുണ്ടാവും. അവര് വന്ന് ബാബയെ സഹായിക്കുക എന്നുള്ളതിൽ ഏറ്റവും പ്രധാനം തന്നെ സത്യം പറയുക എന്നുള്ളതാണ്. ബാബയോട്, ബാക്കിയുള്ളവരോടൊക്കെ സത്യം പറയും. ഞാൻ നിങ്ങളോട് മൊത്തത്തിൽ സത്യം പറയണമെന്നൊന്നുമില്ല, പക്ഷെ ബാബയോട് ഞാൻ സത്യസന്ധമായിരിക്കും. അതാണ് ഏറ്റവും പ്രധാനം. പിന്നെ ബാക്കി എൻ്റെ കാര്യം ബാബ നോക്കിക്കോളും. നിങ്ങളും അതേപോലെ ഇത് കാണുന്ന ഒരു 60 70 അല്ലെങ്കിൽ പോട്ടെ 30 പേര്, ഞാൻ അതിൽ 20 പേരെങ്കിലും ഉണ്ടെങ്കിൽ ബാബയുടെ കുട്ടികളാണെങ്കിൽ തെറ്റ് ചെയ്യാതിരിക്കൊന്നുമില്ല, സത്യമായി പറയുക. അപ്പൊ തെറ്റെന്താണെന്നും ശരി എന്താണെന്നും തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നമുക്ക് ഇവിടെ കുറച്ചു കാലം വന്നാൽ തന്നെ കിട്ടും. 5 വികാരങ്ങൾ തെറ്റാണെന്നല്ല, 5 വികാരങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ താഴ്ത്തിയത്. അല്ലാതെ അത് ഭയങ്കര തെറ്റാണെന്ന് ബാബ പറഞ്ഞിട്ടില്ല. അതുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ കലിയുഗം ഇത്രയും വിശാലമായത്. ഇത്ര സ്മൂത്തായിട്ട് നമുക്ക് സത്യയുഗം സൃഷ്ടിക്കാൻ പറ്റുന്നത് തന്നെ ദ്വാപര കലിയുഗം ഉള്ളത് കൊണ്ടാണ്. ദ്വാപര കലിയുഗം ഉള്ളത് കൊണ്ട് ഇത്ര സ്മൂത്തായിട്ട് നമുക്ക് സത്യയുഗം സൃഷ്ടിക്കാം, വളരെ സ്മൂത്തായിട്ട്. കാരണം ഹെൽപ്പിന് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ ആണെങ്കിലും എല്ലാം റെഡിയാണ്. ഇന്നിങ്ങനെ നമ്മൾ വേണം സങ്കല്പം ചെയ്യാൻ. ഓരോരോ സ്ഥലങ്ങളിലെ മോശമായ കാര്യങ്ങളിലേക്ക് നല്ല വൈബ്രേഷൻ കൊടുത്ത് അതിനെ പതുക്കെ ക്ലിയർ ആക്കണം. പല മോശമായ കാര്യങ്ങളും പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. അതിനെ പതുക്കെ ഇല്ലാതാക്കാനേ പറ്റുള്ളൂ. നമ്മുടെ കൺമുന്നിലും നടക്കും, നമ്മുടെ വീടിലും നടക്കും,
നമ്മുടെ ഇടയിലും നടക്കും. എന്നിൽ നിന്നും നിന്നിൽ നിന്നും പുക വരുന്ന അറിയില്ലേ, അതെല്ലാരിൽ നിന്നും വരും. എന്നിട്ട് അതിനെ പതുക്കെ 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 ഒറ്റയടിക്കൊന്നും ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല. ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ബ്രഹ്മബാബ പോലും അന്ന് ഒറ്റ സീനിൽ ചെയ്യണ്ട, പറ്റൂല, പതുക്കെ പറ്റൂല. അതിനൊരു ടൈം ലിമിറ്റ് ഉണ്ട്, ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റഡ് ടൈമിൻ്റെ ഉള്ളിൽ ഇത് ചെയ്യുക. അതിനുവേണ്ട എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും നമ്മുടെ സോഷ്യൽ മീഡിയ ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് അതിന് ഉപയോഗിക്കുക. എന്നാൽ നമ്മൾ എന്തൊക്കെയാണോ സത്യത്തിലേക്ക് വേണ്ടത് അത് മാത്രം യൂട്ടിലൈസ് ചെയ്ത് മുന്നോട്ട് പോകുക. സത്യവും വളരെ കുറഞ്ഞ സ്ഥലമാണ്, കുറച്ചാളുകളെ ഉള്ളൂ, എല്ലാവരും അവിടേക്ക് പോകുന്നില്ല. അങ്ങോട്ട് പോണില്ല എന്ന് വലിയ തീരുമാനം ഉറപ്പിച്ച് ഉള്ള ആൾക്കാർ, ഞാൻ എന്തായാലും ഒന്നിൽ വരുന്നില്ല എന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട്. 2-ലാണോ 3-ലാണോ 4-ലാണോ, അത് 1 മാസം കഴിഞ്ഞിട്ടാണോ 2 മാസം കഴിഞ്ഞിട്ടാണോ 1 കൊല്ലം കഴിഞ്ഞിട്ടാണോ 3 കൊല്ലം കഴിഞ്ഞിട്ടാണോ എന്ന് ഞാൻ പറയുന്നത്. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യും. അതില് പല കാര്യങ്ങളും ചെയ്യണ്ടാവും. അത് ഒന്നും ഒരാള് കണ്ടിട്ടും എന്റെ മേലേക്ക് ഇനി നെഗറ്റീവ് സങ്കല്പപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. എനിക്കറിയാം എന്നെ കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ഞാൻ ചെയ്തിരിക്കും. അത് ഞാൻ എന്തായാലും ചെയ്തിരിക്കും. എനിക്ക് ബാബ തന്ന ആയുസ്, ആരോഗ്യം, അറിവ്, സമ്പത്ത് ഇതിനെ കൊണ്ട് ഒരു ഭാഗം ഞാൻ ചെയ്തിരിക്കും. ഇനി ഒരു ഭാഗം എനിക്ക് എൻ്റെതായ ആവശ്യങ്ങളുണ്ട്. ഈ ശരീരത്തിൻ്റെതായ കുറെ ആഗ്രഹങ്ങൾ, ഇതൊക്കെ ഒരു ഭാഗം ഞാൻ ചെയ്യുകയും ചെയ്യും. രണ്ടും ചെയ്യും. അതായത് ഇതിൽ എന്താ വെച്ചാൽ ഒരൊറ്റയടിക്ക് നമുക്ക് ഒരു സാധനവും ക്ലീൻ ആക്കാൻ പറ്റില്ല. ഒരു ഭാഗം ക്ലീൻ ആക്കുമ്പോൾ ഉറപ്പാണ് ചളി പുറത്തേക്ക് വരും. അപ്പോൾ രണ്ടും ചെയ്തിട്ടേ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ചെയ്യുള്ളൂ. അതുകൊണ്ട് എൻ്റെ കഥയെ നോക്കണ്ട, എന്നെ ഒരാളും ഫോളോ ചെയ്യണ്ടെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഒരാളും എന്നെ ഫോളോ ചെയ്യണ്ട. പക്ഷെ ഞാൻ പറയുന്ന ചില കാര്യങ്ങളിലുള്ള ഗുപ്തമായ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നവർ മനസ്സിലാക്കുക, അല്ലാത്തവർ അവരവരുടേതായ യുക്തിക്ക് അനുസരിച്ച്. മുരളിയിൽ 5 അർത്ഥങ്ങളുണ്ട്, 5 രീതിയിലുള്ള അർത്ഥങ്ങളുണ്ട്. ചക്രവർത്തിക്കുള്ള അർത്ഥമുണ്ട്, മഹാരാജാക്കന്മാർക്കുള്ള അർത്ഥമുണ്ട്, തേരാളികൾക്കുള്ള അർത്ഥമുണ്ട്, കുതിരപ്പടയാളികൾക്കുള്ള അർത്ഥമുണ്ട്, കാലാളുകൾക്കുള്ള അർത്ഥമുണ്ട്. 5 രീതിയിലാണ് അതിൽ അർത്ഥം കിടക്കുന്നത്. മുരളി ഇങ്ങനെ ഭാഗം മധുരമായ കുട്ടികളെ എന്ന് പറഞ്ഞ അവസാന ശ്ലോകം വരെ പറഞ്ഞു പോകുമ്പോൾ, അല്ലെങ്കിൽ അവ്യക്ത മുരളിയില് അതിമനോഹരമായ പോയിന്റുകൾ ആദ്യം പോയിന്റ് തന്നിട്ട് അതിന്റെ ഡീപ്പ് വെർഷനിലേക്ക് പോകുമ്പോൾ അതിലൊക്കെ ഈ 5 രീതിയിൽ അർത്ഥമുണ്ട്. 5 വിധത്തിൽ 5 തരത്തിലുള്ള ആളുകൾക്കും ഈ 7 ദിവസത്തെ കോഴ്സ് കേട്ടതിന്റെ ആധാരത്തിൽ അതെടുക്കാൻ പറ്റും. സംഗതി പറഞ്ഞു സോഷ്യൽ മീഡിയയുടെ ചെറിയൊരു കാര്യം പറഞ്ഞ് അരമണിക്കൂറോളായി. പക്ഷെ ഞാൻ പറയുന്ന കുറെ അധികം ആൾക്കാർക്ക് അത് കാണുന്നുണ്ട്. ഇപ്പം അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും എൻ്റെ നെറ്റ് തീരുമല്ലോ, ഇന്നത്തെ എൻ്റെ യാത്രയിൽ കുറെ പണിയാവുമല്ലോ. സാരമില്ല, ഇന്നലെ ഉപയോഗിച്ചിട്ടില്ലല്ലോ നെറ്റ്. അപ്പം എന്തായാലും ഞാനിത് അപ്ലോഡ് ചെയ്യട്ടെ. അങ്ങനെ നമ്മുടെ യാത്ര ഇന്നിപ്പോ വീട്ടിലേക്ക് തിരിച്ചെത്തുമെന്ന് എനിക്കറിയില്ല, നോക്കട്ടെ. സാമ്പത്തികവും അതുപോലെ ഇന്നത്തെ സാഹചര്യം നോക്കണം, അതേപോലെ സാമ്പത്തികവും നോക്കണം. എൻ്റെ പോക്കറ്റിൽ എന്തുണ്ട്, എനിക്കിനി വീട്ടിലേക്കുള്ള യാത്രക്ക് ഇനി എത്ര സമയം, എത്ര രൂപ ചെലവ്, എത്ര കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട് എന്നൊക്കെ നോക്കിയതിന് ശേഷമേ ഞാൻ വീട്ടിലേക്ക് എത്തണോ വേണ്ടെന്നുള്ളത്, അത് ഇന്ന് എത്തണോ എന്നുള്ളത് തീരുമാനിക്കുള്ളൂ. ചിലപ്പോൾ എത്താനധികം ദൂരമൊന്നുമില്ല. ഞാനൊന്നിങ്ങനെ കർണാടക സൈഡിലൂടെ അങ്ങനെ വന്ന് മൈസൂര് അങ്ങനെ അതിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും എന്നെ ഫോളോ ചെയ്യണ്ട. എൻ്റെ കാര്യങ്ങൾ, ഞാൻ പറയുന്ന ചില കാര്യങ്ങളിൽ അതിലും വേണമെങ്കിൽ ഒരു 5 അർത്ഥം ഉണ്ടെന്ന് കുട്ടിക്കോ. 5 രീതിയിൽ എടുക്കണവർക്ക് 5 രീതിയിൽ എടുക്കാം. ബാബയുടെ കാര്യങ്ങൾ മാത്രമായിട്ട് ഞാൻ പറയൂല. പക്ഷെ എന്തുണ്ടെങ്കിലും എൻ്റെ ഉള്ളിൽ സാധനം ഉള്ളതുകൊണ്ട് ഏതെങ്കിലും ഒരു ഇതിൽ ഞാൻ ബാബയുടെ കാര്യം ചെറുതായിട്ടെങ്കിലും പറയും. കാരണം എന്താ വെച്ചാൽ ഞാൻ എന്ത് ചെയ്യുന്നതെന്നല്ല, ഞാൻ എന്ത് ചെയ്താലും ഞാൻ ബാബയോട് സത്യസന്ധമായിരിക്കാറുണ്ട്. ഞാൻ എന്ത് ചെയ്തു എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നാട്ടുകാരൊക്കെ കൂടെ വന്നിട്ട് ആദ്യം എന്നെ തല്ലിക്കൊല്ലും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്നുള്ളത് നോക്കുക വേണ്ട. പക്ഷെ ഞാൻ എന്ത് ചെയ്തിരുന്നു എന്നത് ബാബയ്ക്കറിയാം. ഞാൻ എന്തോ ഇപ്പൊ ചെയ്തോട്ടെ,
പക്ഷെ ഞാൻ എന്ത് ചെയ്തിരുന്നു എന്ന് ബാബയ്ക്ക് നന്നായിട്ട് അറിയാം. അതാണ് ഏറ്റവും രസം. എന്നെ ഇന്നും ഇപ്പൊ ഫ്രീ ആക്കിയിരുന്നതും ഇനി എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കാനുണ്ട് എന്നുള്ളതും ബാബയ്ക്ക് നന്നായിട്ട് അറിയാം. അരമണിക്കൂറായി. അപ്പൊ ശരി, എല്ലാവരും കാണുകയാണെങ്കിൽ കാണുക. കമന്റ് ഇടൂ. കമന്റ് ഇട്ടാല് കുറച്ചൊക്കെ അതിനെ പറ്റി പറയാം. നമ്മുടെ ചില കമന്റുകളൊക്കെ വരുന്നുണ്ട്, നല്ല കമന്റ് ആണ്. ഒരു കമന്റ് ഒക്കെ വരുന്നുള്ളൂ. ലൈക്ക് അടിക്കുന്നുണ്ട്. പറ്റുന്നതായി തന്നെ റിപ്ലൈ തരാം. അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ വിശദീകരണവുമായിട്ട് പിന്നീട് സമയത്തിനനുസരിച്ച് വരാം.